രാഹുൽ ഈശ്വരോട് നമുക്ക് ചേർന്നു. രാഹുൽ, നമ്മൾ തന്നെ ഈ ചർച്ചയിൽ ഇത് മുൻപ് ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. തന്ത്രിക്ക് ഒരിക്കലും ഈ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം ഇതിനകത്ത് ഉണ്ടാവുകയില്ല എന്ന് വാദിച്ച ഒരാൾ കൂടിയാണ് രാഹുൽ. പത്മകുമാറിന്റെ മൊഴി പുറത്തു വരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നത് തന്ത്രിക്കാണ്. തന്ത്രി ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത്രയും സ്വാധീനമുള്ള ഒരാളാക്കി മാറ്റിയത്. പോറ്റി ശബരിമലയിൽ പ്രവർത്തിച്ചത് തന്ത്രി കുടുംബത്തിന്റെ ആളായിട്ടാണ്. അപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്നു, അതായത് മന്ത്രിയുമായിട്ടും തന്ത്രിയുമായിട്ടും ഒക്കെയുള്ള ബന്ധമാണ് പോറ്റിയെ ഇത്രത്തോളം പ്രബലനാക്കിയത് എന്ന് പത്മകുമാർ പറയുന്നിടത്ത് അടുത്ത കുരുക്ക് അങ്ങോട്ടൊക്കെയാണോ എന്നുള്ളൊരു വാദമുണ്ട്. അതായത് തന്ത്രി കുടുംബം, തന്ത്രിക്കും ഇതിനകത്ത് ബന്ധമുണ്ട് എന്ന് ഒറ്റയടിക്ക് തോന്നുന്ന തരത്തിലുള്ളൊരു മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. വെറും പഴിചാരൽ മാത്രമായിട്ടാണോ രാഹുൽ അതിനെ കാണുന്നത്? ഇത് എന്താ പ്രശ്നം എന്നറിയാവോ? തന്ത്രിക്ക് ആ വ്യക്തിയെ പരിചയം ഉണ്ടാവുമല്ലോ, ശബരിമല വർക്ക് ചെയ്യുന്ന വ്യക്തിയല്ലേ. പക്ഷെ തന്ത്രിയെ കുറിച്ച് ഏതെങ്കിലും പരാമർശം കോടതി വിധിയിലുണ്ടോ? തന്ത്രിയെ കുറിച്ച് ഏതെങ്കിലും കുറ്റപ്പെടുത്തൽ കോടതി എക്സൈറ്റീവ് നടത്തിയതായി നമുക്ക് കാണാം. അപ്പം പ്രാസം ഒപ്പിച്ച് തന്ത്രിയും മന്ത്രിയും എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? ചുമ്മാ ഫോക്കസ് തെറ്റിച്ചല്ലേ. യഥാർത്ഥത്തിൽ ജൂലൈ 9, 19, 20 തീയതികളിൽ എടുത്ത സ്വർണം എവിടെ എന്നൊരു ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. അതായത് ഇതിനെക്കുറിച്ച്, ദ്വാരപാലക ശില്പങ്ങളെ കുറിച്ച് എന്തർത്ഥത്തിലാ ബാക്കിയുള്ള കണക്ട് ചെയ്യുന്നത്? ആൾക്കിപ്പോ വാജിവാഹനം ഇതുമായിട്ട് എന്താ ബന്ധം? ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് വാജിവാഹനം തന്ത്രിയെ ഏൽപ്പിച്ചതും സ്വർണ്ണ കൊള്ള നടക്കുന്ന തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ചുമ്മാ ഒരു പുകമറ സൃഷ്ടിക്കാൻ നമ്മൾ കാര്യങ്ങൾ പറയുന്നു, അല്ലാതെ അതിനപ്പുറം എന്ത് ബന്ധമാണെന്നുള്ളതോ? അല്ല, അപ്പൊ ഇത് കോടതി വിധിയെ മാനിക്കുക. കോടതി കൃത്യമായി 9 കാര്യങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ അന്വേഷിക്കുക എന്നതിനപ്പുറം കോൺസ്പിറസി തിയറീസ് ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും മീനിങ് ഉണ്ടോ എന്ന് സംശയമാണ്. 2, അത് CPM കവർ ഫയർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. CPM കവർ ഫയർ വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവരും കള്ളന്മാരാണ് എന്ന ധ്വനി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. തന്ത്രിക്കെതിരെ എന്തെങ്കിലും പരാമർശങ്ങൾ കോടതിയിൽ നിന്നുണ്ടോ? വേറെ ഏതെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇനി തന്ത്രി സ്വർണ്ണപ്പണിക്കാരനാണോ? സ്വർണ്ണം എടുത്തുകൊണ്ട് പോകുന്നതിന്റെ ഉത്തരവാദിത്വം തന്ത്രിക്കാണോ? ദേവസ്വം ബോർഡല്ലേ. അപ്പൊ എന്തിനാണ് CPMകാർക്ക് കവർ ഫയർ കൊടുക്കുന്നത്? എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഇത് ധാർമ്മികത. രാഹുൽ, ഇതിനകത്ത് വളരെ ഇപ്പൊ പുറത്തു നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ആനിവളയിൽ നമുക്കൊപ്പം അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുൻപ്, അതായത് പുറത്തു നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് പുറത്തേക്ക് വരുന്നത് ഒരു കോക്കസിന്റെ ഭാഗമായിട്ടാണ്. അതൊരു ഉദ്യോഗസ്ഥരിൽ നിൽക്കുന്നില്ല. ഉദ്യോഗസ്ഥർക്ക് തന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതിന് ഉന്നത ഉദ്യോഗസ്ഥരുടെ ബന്ധം വേണം. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ നേതൃത്വത്തിലേക്കൊക്കെ പഴി ചാരുകയും അല്ലെങ്കിൽ ആരോപണങ്ങൾ മന്ത്രിതലത്തിലേക്കും മുൻ മന്ത്രിതലത്തിലേക്കും ഒക്കെ ഉയരുന്നത് ഒരു ചെറിയ കോക്കസിന് ഇത് ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കോക്കസ് ആണ് അവിടെ വർക്ക് ചെയ്തെങ്കിൽ, ഒരു അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് വരെ ആരോപിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് തന്ത്രിക്ക് മാത്രമായി മാറി നിൽക്കാൻ പറ്റുമോ? ആ കോക്കസിന്റെ ഭാഗമാണെങ്കിൽ ബാക്കി ദേവസ്വം മെമ്പേഴ്സിനെ എന്താ അറസ്റ്റ് ചെയ്യാത്തത്? ആ ദേവസ്വം മെമ്പേഴ്സ് ഒപ്പിട്ടതല്ലേ. കാര്യം അവർക്ക് ഇതുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടെന്ന് SITക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ചുമ്മാ നമ്മൾ കഥ ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? എന്ത് മീനിങ്ങിലാണ് ഈ കഥ ഉണ്ടാക്കുന്നത്? എന്തെങ്കിലും തെളിവുണ്ടോ ഈ പറയുന്നതിന്? അപ്പൊ ആൾക്കാർക്ക് കഥ ഉണ്ടാക്കാനും CPM കവർ ഫയർ കൊടുക്കാനും CPM നറേറ്റീവാണ് എല്ലാരും കള്ളന്മാരാണ് അവിടെ നിന്നുള്ളത്. ഞങ്ങൾ മാത്രമല്ല, വിശ്വാസികളുടെ ഭാഗത്ത് നിൽക്കുന്നവരും കള്ളന്മാരാണ്. ആ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ചില ആൾക്കാർ നിൽക്കുകയാണ്. അതിന് പല നല്ല ആൾക്കാരും വീണു പോവുകയാണെന്നുള്ളതാണ് അടുത്ത പ്രശ്നം. 2, ആ നിലപാട് മുഖ്യധാരാ പാർട്ടികൾക്കൊണ്ടെന്ന് തോന്നുന്നില്ല. ഇന്നലെ BJPയിലെ സുരേന്ദ്രൻജി സംസാരിക്കുന്ന കേട്ടു. അദ്ദേഹത്തിന് തന്ത്രിയെ കുറ്റപ്പെടുത്തുന്ന നിലപാടുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇത് വെറും കയ്യടിക്ക് വേണ്ടിയും തിയറി ഉണ്ടാക്കാനും വേണ്ടി ഇങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. രാഹുൽ, ഒറ്റ സെക്കൻഡ്. അനിൽ വിളയിൽ അങ്ങനെ വിശ്വാസി സമൂഹത്തെ മോശമാക്കാൻ വേണ്ടി CPM നടത്തുന്ന നരേറ്റീവ് എന്ത് തരം രാഷ്ട്രീയ നിലപാടാണ് നിങ്ങൾക്ക് എങ്കിൽ പോലും അങ്ങനെയാണോ? ഒരിക്കലുമല്ല. ഈ രാഹുൽ ഈശ്വരൻ അദ്ദേഹത്തിന്റെ കുടുംബാംഗമായിട്ടുള്ള തന്ത്രിക്ക് അനുകൂലമായ നിലപാട് യാതൊരു തെറ്റും പറയാൻ സാധിക്കത്തില്ല. സാധാരണ ഭക്തജനങ്ങൾ, സാധാരണ വിശ്വാസി സമൂഹത്തിലെ സാധാരണ ആൾക്കാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കോക്കസാണ്. ഒരു വ്യക്തിയെ തന്ത്രി മാത്രം വിചാരിച്ചാലൊന്നും നടക്കില്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രം വിചാരിച്ചാലൊന്നും നടക്കില്ല, തിരുവാഭരണം കമ്മീഷണർ മാത്രം തീരുമാനിച്ചാലൊന്നും നടക്കില്ല, മേൽശാന്തി മാത്രം വിചാരിച്ചാലൊന്നും നടക്കത്തില്ല. ഇവരെല്ലാം കൂടി ആലോചിച്ചുറപ്പിച്ചതിന് ശേഷമായിരിക്കാം ഇക്കാര്യങ്ങൾ നടന്നത്. തന്ത്രിയെ ഞാൻ പൂർണ്ണമായും കുറ്റപ്പെടുത്തുകയല്ല. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ ഒരു അനാസ്ഥയുണ്ട്. ശബരിമല ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ആരാണ്? ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 2 വർഷത്തേക്ക് വരും, മേൽശാന്തി 1 വർഷത്തേക്ക് വരും, തിരുവാഭരണം കമ്മീഷൻ 3-4 വർഷത്തേക്ക് വരും. പക്ഷേ ഓർമ്മ വെച്ച നാൾ മുതൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന തന്ത്രിക്ക് അവിടുത്തെ സാധാരണ നിയമങ്ങൾ അറിയാമല്ലോ. 2019 ദേവസ്വം മാനുവലിന്റെ ബേസിക് കാര്യങ്ങൾ ശ്രീ രാജീവ് തന്ത്രിക്കൊക്കെ അറിയാമല്ലോ. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത് പുറത്തു കൊണ്ടുപോയി ഇതിന്റെ പണികൾ ചെയ്തു? മാനുവലിന് വിരുദ്ധമായി ശബരിമല പരിസരത്ത് നിന്ന് പുറത്തു കൊണ്ടുപോയപ്പോൾ എന്തുകൊണ്ട് അന്ന് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട
റിപ്പോർട്ട് അധികാരികൾക്ക് കൊടുത്തില്ല, അല്ലെങ്കിൽ അദ്ദേഹം തെറ്റാണെന്ന് എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല? അതാണല്ലോ 2025 സമാന സാഹചര്യം ഉണ്ടാവാൻ കാരണമായത്. അതുകൊണ്ട് ഞങ്ങൾ രാജീവ് തന്ത്രിയെയോ ആരെങ്കിലും രാഹുൽ പറയുന്ന ഒരു വിഷയമുണ്ട്. കോടതി ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശമുണ്ടോ എന്ന് ചോദിക്കുന്നില്ലേ? അന്വേഷണ ഏജൻസി അല്ലല്ലോ, മേൽനോട്ട ചുമതല മാത്രമല്ലേ ഉള്ളൂ. അന്വേഷണ ഏജൻസി എന്ന് വെച്ചാൽ SIT ആണ്. തെളിവുകൾ ശേഖരിച്ച് പോകുമ്പോൾ ആരിലേക്ക് അന്വേഷണം പോകണമെന്ന് പറയുന്നത്? രണ്ട് ബോർഡ് മെമ്പർമാർക്കും ഇതിൽ പങ്കുണ്ട്, അവർക്കും ഇത് അറിയാമായിരുന്നു എന്ന് പത്മകുമാർ പറഞ്ഞു. പക്ഷെ അവരെ അറസ്റ്റ് ചെയ്തില്ലല്ലോ. അതായത് ഇതൊക്കെ ഇങ്ങനെ പഴിചാരൽ മൊഴി മാത്രമല്ലേ എന്നല്ലേ രാഹുൽ ചോദിക്കുന്നുണ്ടാവുക? അല്ല, അത് കറക്റ്റാണ്. SITയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല പരിമിതികളുണ്ട്. അവർ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. അവരെല്ലാ വ്യക്തികൾക്കും സാവകാശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരെ തെളിവുകൾ നശിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണെന്നാണ് ഞങ്ങളുടെ കൂട്ടുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്കെതിരെ യാതൊരു തെളിവും കാണില്ല, നിങ്ങൾ വന്നോളൂ എന്ന രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ SIT. മാസങ്ങളായില്ലേ, എത്ര ആഴ്ചകളായി? ഇന്നേ വരെ ഇവർ ശങ്കർദാസ് ആയിക്കൊള്ളട്ടെ, വിജയകുമാർ ആയിക്കൊള്ളട്ടെ, അവരുടെ വീട്ടിൽ അവർക്കെതിരായി എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അത് എന്നേ നശിച്ചു കാണും. അതാണ് SITയെ സംബന്ധിച്ച് സാധാരണക്കാരായ ആൾക്കാർക്കുള്ള സംശയം. അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒന്നുകൂടെ പറയുകയാണ്, തന്ത്രി എന്ന് പറയുന്ന വ്യക്തി സംശയത്തിന് അതീതനാകണമെന്ന് തന്നെയാണ് സാധാരണ ഹൈന്ദവ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിലേക്ക് അന്വേഷണം പോവുകയും നിയമപരമായ നടപടികളിൽ കൂടുതൽ അദ്ദേഹത്തിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുകയും തന്നെ വേണം. അല്ലാതെ ആരും അതീതരൊന്നുമല്ല. തന്ത്രി ആയതുകൊണ്ട് നിയമത്തിന് പുറത്താണെന്ന് പറയാൻ സാധിക്കില്ല. ഹൈക്കോടതി മേൽനോട്ട ചുമതല മാത്രമല്ലേ ഉള്ളൂ. ഹൈക്കോടതി ഇവരോട് ഇന്ന കാര്യങ്ങൾ പ്രധാനമായിട്ട് അന്വേഷിക്കൂ, അല്ല തന്ത്രിക്കെതിരെ അന്വേഷിക്കുക എന്ന് പറഞ്ഞില്ല എന്നുള്ള കാരണത്താൽ അദ്ദേഹം സംശയത്തിന് അതീതനൊന്നും ആകുന്നില്ല. ഈ രാഹുൽ ഈശ്വർ ഓരോ വേദിക്കനുസരിച്ച് തന്ത്രപൂർവമായ കാര്യം പറയാം. ഇത്രയും നാൾ അദ്ദേഹം പത്മകുമാറിനെ ദിവ്യനായിട്ടാണ് പറഞ്ഞിരുന്നത്. എനിക്കും മുത്തശ്ശിക്കും ശബരിമലയിൽ പോകാനും പ്രക്ഷോഭം നടത്താനും ഒക്കെ ശമ്പളം തന്നിട്ടുള്ള ആളാണ് പത്മകുമാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അതുപോലെ വാസു സാർ വളരെ പാവമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ രാഹുൽ ഈശ്വറിന്റെ വായിൽ നിന്ന് ഇതിനപ്പുറമായിട്ടൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അതായത് ഒറ്റ കാര്യമാണ്, രാഹുൽ നമുക്കൊപ്പം ഉണ്ട് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അനിൽ വിളയിൽ, ഇത് വിശ്വാസി സമൂഹത്തിനെതിരായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ നരേറ്റീവ് CPMന്റെ അങ്ങനെ VHP പോലും കണക്കാക്കുന്നില്ല എന്നാണോ? CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധാരാളം അജണ്ടകൾ കാണും. അതുകൊണ്ടൊന്നും ഈ കേസിനെ പറ്റി ഒരു പൊളിറ്റിക്കൽ നരേറ്റീവ് CPM ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഒരു നരേറ്റീവ് ഉണ്ടെങ്കിൽ ഉണ്ടായിട്ടോട്ടെ. SITയും ഹൈക്കോടതിയും കൃത്യമായി അന്വേഷണം നടത്തി കൃത്യമായി ഒരു നിരപരാധിയെ പോലും ശിക്ഷിക്കരുതെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നും പറഞ്ഞ് കൊള്ളയ്ക്ക് പങ്കാളികളായിട്ടുള്ളവരും കൊള്ളക്കാർക്ക് പിന്തുണ കൊടുത്തവരുമായിട്ടുള്ള ഏത് വ്യക്തിയാണെങ്കിലും, അത് എത്ര ഉന്നത സ്ഥാനീയനാണെങ്കിലും അന്വേഷണം അവരിലേക്ക് പോകണം. അവർ നിയമത്തിന്റെ മുമ്പിൽ വരിക തന്നെ വേണം. അത് തന്ത്രിയെന്നോ മന്ത്രിയെന്നോ സിനിമാ നടനോ തീർച്ചയായിട്ടും രാഹുൽ ഈശ്വർ അതാണ്. അതായത് നേരത്തെയും പത്മകുമാറിലേക്ക് അറസ്റ്റ് പോകുന്നില്ല. CPMമാർ പറഞ്ഞ ഒരു വാദമുണ്ട് ആ സമയത്ത്. രാഹുൽ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം പത്മകുമാറെ അറസ്റ്റ് ചെയ്തോ, പത്മകുമാറിനെ ചോദ്യം ചെയ്തോ, വരട്ടെ, ഇത് കോടതി പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. SIT പടിയായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നത്. ഇതിൽ വലിയൊരു വിഷയം പറയുന്ന രാഹുൽ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണത്തിന്റെ നിഴലാകുന്നത് അത് രാഷ്ട്രീയ നേതൃത്വം ആകുന്നതിനേക്കാളും വലിയ തരത്തിലുള്ള ഒരു സെൻസിറ്റീവ് വിഷയമാകും. അതൊരു ഒരു തന്ത്രി ആവുകയാണെങ്കിൽ എന്നല്ലേ ഭക്തജനങ്ങൾ വിചാരിക്കുക? മറുപടി പറഞ്ഞോട്ടെ. ശ്രീ അനിൽ വിലയാളി പറഞ്ഞതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ കേൾക്കണം. വാസു സാറ് പാവമാണെന്ന രീതിയിൽ രാഹുൽ ഈശ്വർ പറഞ്ഞു എന്ന് എവിടെ പറഞ്ഞു? ഈ കള്ളം തന്നെയാണ് തന്ത്രിക്കെതിരെ പ്രയോഗിക്കുന്നത്. വാസു സാറ് പാവമാണെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു, അങ്ങനെ ഞാൻ എവിടെയും പറഞ്ഞില്ല. പകരം അങ്ങനെ പറഞ്ഞു എന്ന് ധ്വനിപ്പിക്കുകയും അതിലൂടെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ നോക്കുകയാണ്. യഥാർത്ഥത്തിൽ പത്മകുമാർ സാറിനെ അറസ്റ്റ് ചെയ്തതിൽ വിഷമമുണ്ടെന്നും ഒരു വിശ്വാസി ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് സാറ് പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതിരുന്നില്ലേ? ആ മര്യാദ തിരിച്ചു കാണിക്കണ്ടേ? അങ്ങേക്കാട്ടി ഒച്ചത്തിൽ സംസാരിക്കാൻ എനിക്കറിയില്ലേ? ആ മര്യാദ കാണിക്കൂ. അപ്പം വാസു സാറിനെ കുറിച്ച് രാഹുൽ ഇങ്ങനെ പറഞ്ഞു ഒന്ന് പച്ചക്കള്ളം, ഒരു മടിയില്ലാതെയാണ് പച്ചക്കള്ളം പറയാണ്. യഥാർത്ഥത്തിൽ വാസു സാറിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, പത്മകുമാർ സാറിനെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം ശബരിമലയിൽ അദ്ദേഹത്തിന്റെ 1 മാസത്തെ ശമ്പളം തരാന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ആദ്യ ദിവസം പ്രക്ഷോഭം അനിൽ വിലയിലൊന്നും ആ പരിസരത്ത് പോലും ഇല്ല. രാഹുൽ ആദ്യം കേക്കൂ. താങ്കൾ പറഞ്ഞപ്പം എന്നെ പറഞ്ഞു അതേപോലെ ഒന്ന് കേട്ടില്ലേ? തിരിച്ചു പറയുമ്പോൾ കേൾക്കാൻ ഉത്തരവാദിത്തമില്ലേ?
അപ്പോ ആദ്യ ദിവസങ്ങളിൽ ഇവർ തീരുമാനിച്ചിട്ട് പോലുമില്ല. അതായത് RSSലെ വലിയൊരു വിഭാഗം ശബരിമല യുവതികളെ കയറ്റണമെന്ന് നിലപാടെടുത്തിരുന്ന ഗോപാലൻകുട്ടി മാസ്റ്ററുള്ള ഇന്നും ഇവരുടെ ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷൻ ശ്രീ RV ബാബു ശബരിമല യുവതികളെ കയറ്റണമെന്ന് പറയുന്ന ആൾക്കാരാണ്. ആദ്യ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രക്ഷോഭം നടത്തിയപ്പം പത്മകുമാർ സാറാണ് ഞങ്ങളെ മേലിലെത്താൻ സഹായിച്ചത്. അപ്പൊ ഇത്തരം കാര്യങ്ങളുണ്ട്. എന്നാൽ വിശ്വാസികളുടെ കൂടെ നിന്ന് അദ്ദേഹം വഞ്ചിച്ചു, പുറകിൽ നിന്ന് കുത്തി എന്ന് പറഞ്ഞതിന് വാസു സാറിന് അനുകൂലമായി സംസാരിച്ചു എന്ന് മാറ്റി തീർക്കാൻ പറയുന്നതിന് അപാരമായ തൊലിക്കട്ടിയും അപാരമായ സത്യസന്ധത ഇല്ലായ്മയും വേണം. ഈ സത്യസന്ധത ഇല്ലായ്മയാണ് യഥാർത്ഥത്തിൽ CPMന് കവർ ഫെയർ കൊടുക്കാനും ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് യഥാർത്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങളെ പറയാത്ത രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇവരുടേതായ നറേറ്റീവ് ഉണ്ടാക്കുക. അല്ല രാഹുൽ പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ രാഹുൽ, ഇതിലൊരു വലിയ വിഷയം ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഇത് ആരാ മോഷ്ടിച്ചാലും അത് അയ്യപ്പൻ അവരെ കയ്യോടെ പിടിക്കട്ടെ എന്നാണ് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും രാഹുൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ നന്നായിട്ട് പറയാൻ കഴിയുന്നത് അന്വേഷണം നടക്കട്ടെ, ഉണ്ടെങ്കിൽ തെളിയിക്കട്ടെ എന്നല്ലേ. അതിൽ അല്ലാതെ ഇത്രയും CPM ചെയ്തതുപോലെ ഇങ്ങനെ ന്യായീകരിക്കണോ? CPM എടുത്ത അതേ ഒരു മോഡ് രാഹുലിന് സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയല്ല. ദയവായി ശ്രദ്ധിക്കൂ. കോടതി വിധിയിൽ ദേവസ്വം ബോർഡും ദേവസ്വം ഒഫീഷ്യൽസും ഇതിൽ കുറ്റക്കാരാണ് എന്ന് കോടതി എഴുതി വെച്ചിട്ടുണ്ട്. അനധിസാധാരണമായി കോടതി വിധിയിൽ ദേവസ്വത്തിലെ അംഗങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡിനെ ആൾക്കാർ വിമർശിച്ചത്. തന്ത്രിയെക്കുറിച്ചോ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയെക്കുറിച്ചോ മുഖ്യമന്ത്രിയെക്കുറിച്ചോ അങ്ങനെയൊന്നുമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ണികൃഷ്ണനും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോസ് ഉണ്ട്. വാസവൻ സാറും ഈ ഉണ്ണികൃഷ്ണനും തന്ത്രിയുടെ മകന്റെ കല്യാണത്തിൽ വന്ന ഫോട്ടോസ് ഉണ്ട്. ഇതൊക്കെ വെച്ച് രാഷ്ട്രീയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും BJPയും കോൺഗ്രസും CPM പറയുന്നതിന് പ്രശ്നമില്ല. പക്ഷേ രാഷ്ട്രീയത്തിലൊന്നും നിൽക്കാത്ത ആൾക്കാരെ ഇതിലേക്ക് വലിച്ചഴയ്ക്കുന്നതിന്റെ പിന്നിൽ CPMകാർക്കും കൂടി കവർ ഫെയർ നൽകണമെന്നും എല്ലാവരും കുറ്റക്കാരാണെന്ന് പറയുന്നതാണ്. നമുക്കിതിന്റെ ബേസ് എന്താ? എനിക്കോ താങ്കൾക്കോ അനിൽ വിളയലിനോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഹൈക്കോടതി വിധി പറഞ്ഞല്ലാതെ ഹൈക്കോടതിയുടെ പോരാട്ടമല്ലേ ഇത്? ഏതെങ്കിലും ഒരു വിശ്വാസ സംഘടനയുടെ പോരാട്ടമാണോ? ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാർ ദേവസ്വം ബോർഡ് ചെയ്ത കള്ളത്തരം കണ്ടുപിടിച്ച് അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് മുമ്പോട്ട് വരികയാണ്. ഇനി അങ്ങനെയല്ല, നാളെ ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞിരിക്കട്ടെ, ഉറപ്പായിട്ടും വിശ്വാസികൾ അവരെ തള്ളി പറയുക മാത്രമല്ല, വിശ്വാസികൾ അതിശക്തമായി അവർക്കെതിരെ ആക്രോശിക്കുകയും ചെയ്യും. കാര്യം തന്ത്രിയോ മേൽശാന്തിയോ മന്ത്രിയോ അതാണ് രാഹുൽ ഇപ്പുറത്തു നിന്ന് പ്രതികരിക്കുന്നത് ഒരു CPM നേതാവല്ല, VHPയുടെ അനിൽ വിളയിലാണ്. ഈ പറയുമ്പോ വിശ്വാസി സമൂഹം എന്ന് പറയുമ്പോ ഇതൊരു ഹിന്ദു സംഘടനയാണല്ലോ, അവരാണ് അതിന്റെ നേതാവാണല്ലോ പറയുന്നത്. ഹിന്ദുത്വ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ദ്രൗപദി മുർമു എന്ന പ്രസിഡന്റ് പോലും അംഗീകരിച്ചു തൊഴുന്ന വാവരുസ്വാമി അംഗീകരിക്കാത്തത്. അത് മറ്റൊരു വിഷയമാണ്. അതായത് അനിൽ വിളയൽജി ദ്രൗപദി മുർമു പോലും വന്ന് വാവര് നട എന്ന് പറയുന്ന മുസ്ലിം നടയിൽ പോയി തൊഴുതിട്ടാണ് അയ്യപ്പനെ തൊഴാൻ വരുന്നത്. പക്ഷെ അനിൽ വിളയൽജി ഇപ്പോഴും വാവരല്ല വാവൂറിനാണെന്ന് പറയുന്ന ആൾക്കാരാണ്. അതുപോട്ടെ, പക്ഷേ യഥാർത്ഥത്തിൽ കോടതി വിധി വരട്ടെ, അല്ലെങ്കിൽ കോടതി പരാമർശം വരട്ടെ. വിധി വരാൻ വർഷങ്ങളെടുക്കും. കോടതി പരാമർശം വരട്ടെ. കോടതി പരാമർശത്തിൽ തന്ത്രിക്കെതിരെയോ മേൽശാന്തിക്കെതിരെയോ ബാക്കി ആർക്കെങ്കിലും എതിരെയോ ഉണ്ടോ? ഇത് പുകമറ സൃഷ്ടിക്കാനും കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാനും കുളം കലക്കാനും പറയുന്നതല്ലേ. ഇത് തന്ത്രിയോ മേൽശാന്തിയോ എന്നുള്ളതല്ല. ഞാൻ എന്തുകൊണ്ടാണ് കടകംപള്ളി സാറിന്റെ പേര് പറയാത്തത്? കാരണം നമുക്കറിയില്ല, കോടതി വിധിയിലില്ല. എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പേര് പറയുന്നില്ല? മുഖ്യമന്ത്രിയുടെ പേര് കോടതി വിധിയിലില്ല. നമുക്കൊന്നും ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ് നടക്കുന്നത്. എന്താണ് കോടതി സമർപ്പിക്കുന്നതെന്ന് പോലും അറിയില്ല. നമ്മൾ ഊഹാപോഹങ്ങൾ വെച്ച് സംസാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ രാഹുൽ എല്ലാ സമയത്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചർച്ച നടക്കുമ്പോൾ രാഹുൽ ഉയർത്തിപ്പിടിക്കുന്നത് കോടതി ഒരിക്കൽ പറഞ്ഞ ഈ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് എന്ന കാര്യം, അതിന്റെ മോഡൽ സുഭാഷ് കപൂറിന്റെ പേര്, അതായത് അങ്ങനെ വലിയൊരു ഡീലിംഗ്സ് നടന്നിട്ടുണ്ടെന്ന് കോടതി പറഞ്ഞ രാഹുൽ എല്ലാ സമയത്തും പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ ഡീൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു ലോബി ആയിരിക്കില്ല എന്നൊരു കോമൺ സെൻസിൽ പോലും രാഹുൽ കരുതുന്നില്ല. അതുകൊണ്ടെന്താ 1300, ഇനി കോടതി പറഞ്ഞതിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. 1300ഓളം കോടി രൂപയാണ് സുഭാഷ് കപൂറിന്റെ നെക്സസ്. നമ്മൾ എന്തുകൊണ്ടാണ് സുഭാഷ് കപൂറിന്റെ കാര്യം പറയുന്നത്? കോടതി വിധിന്യായത്തിൽ അയാളുടെ പേര് പരാമർശിച്ചിട്ടുണ്ട്. 2 വാദ്യവാഹനത്തിന്റെ വിഷയം പറയുന്നു. വാദ്യവാഹനം ഇത് തമ്മിൽ എന്ത് ബന്ധമുള്ളത്? വാദ്യവാഹനം എല്ലാവരും അറിഞ്ഞ് ദേവസ്വം ബോർഡ് തന്ത്രിക്ക് അങ്ങോട്ട് കൊടുത്തൊരു സാധനമാണ്. തന്ത്രി അത് തിരിച്ചെടുത്തോളാൻ പറയുകയും ചെയ്തു. അതും ഇതുമായിട്ട് എന്ത് ബന്ധമാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവരും അറിഞ്ഞ് വാദ്യവാഹനം എടുക്കുന്നതും ഇപ്പോ തിരിച്ച് വാദ്യവാഹനം പത്മകുമാറിന്റെ മൊഴി വാദ്യവാഹനവുമായി ബന്ധപ്പെട്ടാണ് പത്മകുമാറിന്റെ മൊഴി എന്ന തരത്തിലുള്ള എന്തെങ്കിലും റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല രാഹുൽ ഇതുവരെ? ഇല്ല, വന്നിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞ അതാണ്. അപ്പൊ ഞാൻ അനിൽ വിളയിൽ പറഞ്ഞ കാര്യം പറഞ്ഞു കേട്ടോ. ശ്രീ അനിൽ വിളയിൽ ജി ഇവിടെ പറഞ്ഞത് വാദ്യവാഹനത്തിന്റെ കാര്യമാണ്. വാദ്യവാഹനം ഇതുകൊണ്ട് എന്ത് ബന്ധം? ഇനി അടുത്ത തിയറി ഉണ്ടാക്കുന്ന 500 കോടി രൂപയാണ് വാദ്യവാഹനത്തിനുള്ളതാണ്. പല യൂട്യൂബ് ചാനലുകളും ഇത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഹിന്ദുത്വ ലൈനുള്ള യൂട്യൂബ്. ഇതിന് മേൽ ഇറീഡിയം ഉണ്ട്. നമ്മുടെ വിശ്വാസികളെ പറ്റിക്കാൻ വെള്ളിമൂങ്ങയും റൈസ് പുള്ളറും പോലെ കഥ പറയുന്നതാണ് ഈ ഇറീഡിയം ഒക്കെ. അങ്ങനെ ഇറീഡിയം ഒന്നും ഒരു അമ്പലത്തിന്റെ മേളിലും ഇല്ല.
ഇത് ചുമ്മാ ആൾക്കാരെ കഥ ഉണ്ടാക്കാൻ പറയുന്നതാണ്. നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഏക സോഴ്സ് ഏതാണ്? ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുടെ 8ഓളം ഇടക്കാല വിധിന്യായങ്ങളുണ്ട്. എല്ലാം വായിച്ച് പലതവണ വായിച്ചു പഠിച്ച വ്യക്തിയാണ് ഞാൻ. അതിൽ ഹൈക്കോടതി എടുത്തു പറയുന്നത് ദേവസ്വം ഒഫീഷ്യൽസിന് ഇതിന് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം എന്നുള്ള ടോൺ മാറി ഇതിൽ കൾപ്പബിലിറ്റി ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു. അതായത് രാഹുൽ, ഇതിനെ സംക്ഷിപ്ത രൂപം ഇതാണ്: കോടതിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പരാമർശം ഉണ്ടാകട്ടെ, അപ്പോൾ വിശ്വസിക്കാം. ഓക്കെ, ശരി ശരി. ശ്രീ അനിൽ വിളയിൽ അതാണ് ഒരു വാക്കായിട്ട് പറയുന്നത്. കാരണം ഇത് ശബരിമലയിൽ പോകുന്ന ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ സെൻസിറ്റീവായ വിഷയമാണ്. തന്ത്രിക്കും ഇതിനകത്തൊരു പങ്കുണ്ടെന്നൊക്കെ അങ്ങനെ ഒരു ഓഫ് ഹാൻഡ് പറയാമോ? അത് ഒരു കവറപ്പല്ലേ എന്ന് ചോദിക്കുന്നിടത്ത് കോടതിയുടെ ഭാഗത്തുനിന്ന് പരാമർശം വരട്ടെ എന്ന് രാഹുൽ പറയുന്നതും കുറ്റപത്രം വന്നിട്ട് നടപടിയെടുക്കാമെന്ന് ശ്രീ എം വി ഗോവിന്ദൻ പറയുന്നതും ഒരേപോലെ വായിക്കണ്ടേ? അതെ, ഇവരുടെ രണ്ടുപേരുടെ സ്വരം ഏകദേശം ഒന്ന് തന്നെയാണ്. ഇതിനകത്തെ കാര്യം ഈ രാഹുൽ ഈശ്വർ പറയുന്ന ഹൈക്കോടതി ഒരു വിധിന്യായവും പുറപ്പെടുവിച്ചിട്ടില്ല. ഹൈക്കോടതി ഇതിനകത്ത് ചില ഓർഡറുകളാണ്. വിധിന്യായം എന്ന് പറഞ്ഞ ജഡ്ജ്മെന്റ് ആണ്. ചില ഓർഡറുകൾ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടാകുന്ന ചില സംശയങ്ങൾ, കാര്യങ്ങളും മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഹൈക്കോടതി അന്വേഷണ ഏജൻസി ഒന്നുമല്ലല്ലോ. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഈ ടീം ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ സമാഹരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഈ ചിത്രത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ വിധി വരുന്നവരെ ഒരു കുറ്റാരോപിതരായിരിക്കും എന്നൊക്കെ പറഞ്ഞ കാര്യം ശരി തന്നെയായിരിക്കാം. പക്ഷേ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം കൃത്യമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം ചെന്നെത്തുകയും സംശയത്തിന് അതീതരായിട്ട് ഒറ്റ സെക്കൻഡ് ശ്രീ അനിൽ വിളയിൽ ഒരാൾ കൂടി നമുക്കൊപ്പം, ഒരു പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗസ്റ്റ് കൂടിയാണ് ഈ സമയത്ത് വരുന്നത്. കാരണം